2 മാസത്തെ +1 വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ മക്കൾ ഒന്ന് കമന്റ് ചെയ്തേക്കണേടാ. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പറയും സാറേ, ഞാൻ അമ്മുമ്മൻ്റെ അപ്പൂപ്പൻ്റെ മുത്തച്ഛൻ്റെ മുത്തശ്ശീൻ്റെ ഒപ്പൊക്കെ പോയി നിന്നു. ഞാൻ റിലേറ്റീവ്സിന്റെ വീട്ടിൽ 2 മാസം നിൽക്കുമായിരുന്നു സാർ. ഞാൻ കസിൻസിന്റെ ഒപ്പം യാത്ര പോയി സാർ. ഞാൻ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് ചെയ്തു സാർ എന്നിങ്ങനെ കുറെ ഹാപ്പി മൊമെന്റ്സ് ഷെയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ ഹാപ്പി മൊമെന്റ്സ് ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഇല്ലേ? എന്താ ടെൻഷൻ സാർ? +1 റിസൾട്ട് വരാറായി. +1 എക്സാം നല്ല പോലൊന്നും അങ്ങനെ എഴുതാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്. അടിപൊളിയായിട്ട് എഴുതിയവരുണ്ട്, അവർക്കൊരു ടെൻഷനും കാണില്ല ഈ വെക്കേഷൻ ടൈമിൽ. എന്നാൽ +1 എക്സാം വേണ്ടത്ര രീതിയിൽ പഠിക്കാതെ ടെൻഷൻ അടിച്ച് എങ്ങനെയൊക്കെയോ എഴുതി തീർത്തു. +1ന്റെ റിസൾട്ട് വരാറായി. അതെന്താകുമെന്ന് ആലോചിച്ച് ഈ 2 മാസത്തെ വെക്കേഷൻ സ്പെൻഡ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ വീഡിയോ അവർക്കുള്ള മക്കളെ. +1ലെ എക്സാം വേണ്ട വിധത്തിൽ എഴുതാതെ +1ൽ ഒരുപാട് നല്ല മാർക്ക് എക്സ്പെക്ട് ചെയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള എക്സാമാണ് മക്കളെ ഇത്. +1 എങ്ങനെയോ ആയി, പല കാരണങ്ങൾ കൊണ്ട് +1 ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കാണും. +2 അങ്ങനെ ആക്കാൻ പാടുണ്ടോ? ഇല്ല. ചെറിയൊരു നിർദ്ദേശവുമായിട്ടാണ് അഖിൽ സാർ വന്നത്. എങ്ങനെ +1ൽ വാഴയായതുപോലെ +2ൽ വാഴ ആകാതിരിക്കാം, അതാണ് നമ്മൾ ഇന്ന് പറയുന്ന മക്കളെ. ഒരു കംബാക്ക് നടത്തണ്ടേ? 1ൽ പിഴച്ചാൽ 3 എന്നല്ല, 1ൽ പിഴച്ചാൽ 2ാമത്തെ തന്നെ റെഡിയാക്കണം. 3+3 ഇല്ലല്ലോ. +1ൽ പഠിച്ചാൽ +2 തന്നെ റെഡിയാക്കിക്കോണം. ഓക്കെ, അപ്പം നമുക്ക് വേഗം ഒരു കംബാക്ക് നടത്തണം മക്കളെ. ചുമ്മാ ആലോചിച്ചിരിക്കാൻ സമയമൊന്നുമില്ല. വേഗം വേഗം തിരുമ്പി വരുന്നവനുള്ളയല്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ. തോറ്റുപോയെന്ന് കരുതി കിടന്നുറങ്ങിയാൽ അങ്ങനെ കിടക്കത്തേ ഉള്ളൂ, നിന്നെ ആരും വിളിച്ചെഴുന്നേൽപ്പിക്കില്ല. സ്വന്തമായിട്ട് എനിക്ക് ഓടണം, ജയിക്കണമെന്ന ആഗ്രഹത്തോടെ വീണ്ടും എഴുന്നേറ്റ് ഓടുന്നവനുള്ളതാണ് മക്കളെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഒരു +2ൽ കംബാക്ക് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചെറിയൊരു ടിപ്പാണ് മക്കളെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ. +1 ഈ 2 ടൈപ്പ് ആൾക്കാർ കാണും. +1 എക്സാം നല്ലപോലെ എഴുതിയ ആൾക്കാർ, +1 എക്സാം നല്ലപോലെ എഴുതി +2ൽ നല്ല മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരെന്താ +2ൽ ചെയ്യേണ്ടത്? അവർ +2ൽ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ എന്താണോ +1ൽ നല്ല മാർക്ക് കിട്ടാൻ ചെയ്തത് അത് തന്നെ +2 ചെയ്താൽ പോരെ. ചാപ്റ്റേഴ്സ് ഓരോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി ഏതെടുത്തോട്ടെ, ഏതിന്റെ ചാപ്റ്റേഴ്സ് എടുക്കുന്നു, പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ് ലെക്ചേഴ്സ് ആപ്പിൽ കാണും, അല്ലെങ്കിൽ യൂട്യൂബിൽ കാണും. വീഡിയോ കാണുന്നു, വീഡിയോ കാണുന്ന കൂടെ തന്നെ നോട്ട് ഉണ്ടാക്കുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. PYQ എന്ന് പറഞ്ഞാൽ മുമ്പ് കാലത്തെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഈ ഓർഡറിൽ അങ്ങ് ചെയ്താൽ മതി. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, സമയം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു? റിവിഷൻ ചെയ്യുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ റിവിഷൻ ചെയ്യുന്നു. പഠിക്കുന്നു, റിവൈസ് ചെയ്യുന്നു, പഠിക്കുന്നു, റിവൈസ് ചെയ്യുന്നു. ഇതങ്ങ് നിങ്ങൾ കഴിഞ്ഞ വട്ടം ചെയ്ത പോലെ അങ്ങ് ചെയ്താൽ മതി. എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് +1ൽ വേണ്ട വിധത്തിലുള്ള മാർക്ക് ഇല്ലാത്ത കുട്ടികളെ കുറിച്ചാണ്. +1ൽ നല്ല മാർക്കുള്ള കുട്ടികൾ പഴയ അത് തന്നെ ചെയ്താൽ മതി. +2ലും അത് തന്നെ ഫോളോ ചെയ്യാം. +1ൽ നല്ല മാർക്ക് ഇല്ലാത്ത കുട്ടികളെ കുറിച്ചാണ് ഞാൻ പറയണത്. അത് പല കാരണം കൊണ്ടായിരിക്കാം. ഒന്നാമത്തത്, ഒരു സീരിയസ്നെസ് ഇല്ലായിരുന്നു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ ഒരുപാട് കുട്ടികൾ ഓവർ കോൺഫിഡൻസോടെ +1ൽ പഠിക്കും. ഒരു സീരിയസ്നെസ്സും വരില്ല. എന്നെ കൊണ്ട് പറ്റും, 10ൽ ഫുൾ A+ ഇല്ലേ, എന്നെ കൊണ്ട് +1 പറ്റും എന്ന് പറഞ്ഞ് ഇരുന്നിരുന്ന സമയം കഴിഞ്ഞു പോയി. രണ്ടാമത്തെ എന്താ? ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഫാമിലിയിൽ പ്രോബ്ലം കാണും, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള പ്രോബ്ലംസ് ആയി, എന്തും പ്രോബ്ലം ആയിക്കോട്ടെ. മൂന്നാമത്തത്, പഠിച്ചു പക്ഷെ മാർക്കില്ല. നല്ല പോലെ എന്നും എഴുന്നേറ്റ് ഇങ്ങനെ വായിക്കുന്നുണ്ട്, പക്ഷെ മാർക്ക് കിട്ടുന്നില്ല. ഈ 3 പ്രധാനപ്പെട്ട കാരണങ്ങളായിരിക്കാം +1 നിങ്ങൾക്ക് മാർക്ക് കുറയാനുള്ള കാരണം. ഒന്ന്, സീരിയസ്നെസ് ഇല്ലായ്മ. എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് രാവിലെ പോകുന്നു, ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു, ക്ലാസ്സിൽ ഇരിക്കുന്നു, എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നു, തിരിച്ചു വരുന്നു. സീരിയസ്നെസ് ഇല്ലായ്മ. പിന്നെന്താ? പ്രോബ്ലംസ് ലൈഫിൽ വന്നത്, അത് പേഴ്സണൽ ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, എന്ത് പ്രോബ്ലംസ് ആയിരിക്കാം. പഠിച്ചു പക്ഷെ മാർക്ക് കിട്ടുന്നില്ല, അങ്ങനെ ഒരു ആൾക്കാരും കൂടെ ഉണ്ട്. ഈ 3 പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സീരിയസ്നെസ് ഇല്ലായ്മ. സാർ, ഇതെന്താ ചെയ്യേണ്ടത്? സീരിയസ്നെസ് ഇല്ലായ്മയ്ക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എത്ര ഓതിയാലും ഈ ചെവി കൂടെ അങ്ങ് പോ മക്കളെ. 5 മിനിറ്റ് മോട്ടിവേഷൻ വീഡിയോ കണ്ട് മോട്ടിവേറ്റഡ് ആകാനും രോമാഞ്ചം വരുത്താനും എളുപ്പമാ. ആ 10ാമത്തെ മിനിറ്റ് നിങ്ങൾ വീണ്ടും പഴയ പോലെ ആകും. സീരിയസ്നെസ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാ. ഞാൻ പഠിച്ചാലേ എൻ്റെ വീട്ടിലുള്ള അമ്മയും അച്ഛനും ബാക്കിയുള്ള സിബ്ലിങ്സും കൂടപ്പിറപ്പങ്ങളൊക്കെ രക്ഷപ്പെടുകയുള്ളൂ, അവർക്ക് ഞാനാണ് താങ്ങ് എന്ന് സ്വന്തമേ ചിന്തിച്ചാലേ സീരിയസ്നെസ് വരുള്ളൂ. നീ പഠിച്ചില്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നിന്നെ പഠിക്കും എന്ന് നീ തന്നെ മനസ്സിലാക്കുക. നീ പഠിച്ചില്ലെങ്കിൽ എന്താ, നാട്ടിൽ ഒരുപാട് അമ്മാവന്മാരുണ്ടല്ലോ, കുടുംബശ്രീ പറയണത്, ആ അമ്മമാർക്ക് നീ കുടുംബശ്രീ കഥാപാത്രമായി മാറും എന്ന് നീ ചിന്തിച്ചാലേ നീ ലൈഫിൽ രക്ഷപ്പെടുകയുള്ളൂ. ഏതൊരു എക്സാം എഴുതണമെങ്കിലും ആദ്യം സീരിയസ്നെസ് വേണം. ഈ എക്സാം എഴുതിയാലേ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ചുറ്റിനുമുള്ളവരൊക്കെ രക്ഷപ്പെടുകയുള്ളൂ. എൻ്റെ അമ്മ അച്ഛൻ രാവിലെ പോയി ജോലിക്ക് പോയിട്ട് അവർ എനിക്ക് പൈസ അയച്ചു തരുന്നുണ്ട്. എന്ത് ചോദിച്ചാലും ട്രിപ്പ് പോകാനും സാധനം വാങ്ങിക്കാനൊക്കെ പൈസ തരുന്നുണ്ട്. ഇത് ചുമ്മാതെ എടുത്ത് തരുന്നതല്ല, അവർ കഷ്ടപ്പെടുന്നതാ. ആ കഷ്ടപ്പാട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് വയ്യാതെയാകും. ആ സമയത്ത് എനിക്ക് അവർക്ക് കൊടുക്കണം, എനിക്ക് ജോലി ചെയ്ത് അവർക്ക് തിരിച്ചത് കൊടുക്കണം എന്ന് തോന്നൽ വന്നാൽ മതി മക്കളെ, സീരിയസ്നെസ് വന്നോളും. നാളെ നീ പഠിക്കാതെ ആയിട്ട്
നിന്റെ വീട്ടിൽ പ്രാരാബ്ദം വരുമ്പോഴേ, നിന്റെ അമ്മയും അച്ഛനും വേറൊരാളുടെ കടം വാങ്ങിക്കുമ്പോഴേ നിനക്ക് കണ്ണീര് വന്നിട്ട് കാര്യമില്ല. അതിനു മുമ്പ് തന്നെ ഈ സന്ദർഭത്തിലൊക്കെ പഠിക്കാൻ തുടങ്ങിയാലേ അന്ന് നിന്റെ അമ്മേനെയും അച്ഛനെയും കൂടപ്പിറപ്പുകളൊക്കെ വൃത്തിക്ക് നോക്കാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാനാ മക്കളെ, ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ. എൻ്റെ അച്ഛൻ നല്ല മദ്യപാനിയായിരുന്നു. കുടുംബം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ, 13-ാം വയസ്സിലുള്ള ഒറ്റപ്പെടൽ, അങ്ങനെ ഒരുപാട് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായി. ഞാൻ എന്നിട്ടും ആ സ്ട്രഗിളിൻ്റെ ഒരു വഴിക്കൂടെ പഠിച്ചത് കൊണ്ടാ ഇന്ന് ഡോക്ടറാണ്, ഇന്ന് ടീച്ചറാണ്, അത്യാവശ്യം നല്ല ശമ്പളത്തോടെ എൻ്റെ അമ്മേനെ അച്ഛനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നോക്കാൻ പറ്റുന്നത്. സീരിയസ്നെസ് ലൈഫിൽ വരണമെങ്കിൽ എന്താ, ലൈഫിലെ കഷ്ടപ്പാടിനെ കുറിച്ച് ആലോചിക്കുക. കഷ്ടപ്പാടിൽ നിന്നുള്ള കിട്ടുന്നൊരു ഫയർ ഉണ്ടല്ലോ, കഷ്ടപ്പാടുകൾ തരുന്നൊരു ഫയർ ഉണ്ടല്ലോ, ആ ഫയറാണ് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ എത്തിക്കുക. ഓക്കെ, സീരിയസ്നെസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കണം. പ്രോബ്ലംസ്, നിങ്ങൾക്ക് ഫാമിലി പ്രോബ്ലംസ് കാണും, ഫാമിലിയിലെ പ്രോബ്ലംസ് കാണും, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പ്രോബ്ലംസ് കാണും. നിങ്ങൾ എന്ത് പ്രോബ്ലംസ് ആണെങ്കിലും അത് ഒരിക്കലും എന്തുമായിട്ട് അഫക്റ്റ് ആകാതിരിക്കുക, സ്റ്റഡി പഠിത്തവുമായിട്ട് ബന്ധപ്പെടുത്താതിരിക്കുക. ഫാമിലിയിൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അതൊരു തലേൻ്റെ ഒരു വശത്തേക്ക് മാറ്റിവെച്ച് മറ്റേ വശം പഠിക്കാൻ ഉപയോഗിക്കുക. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾ ഒരു വശത്തേക്ക് മാറ്റി വെക്കുക, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതെന്താണ് നിങ്ങൾ അനുഭവിക്കുന്നത് എനിക്ക് അറിയില്ല ഡീറ്റെയിൽ ആയിട്ട്. അതെന്താണെങ്കിലും പഠിത്തവുമായിട്ട് ബന്ധപ്പെടുത്താതിരിക്കുക. ബാക്കി എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയാലും എഫക്റ്റ് ആവൂല നിങ്ങളുടെ ഭാവി, പക്ഷേ അത് പഠിത്തവുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നൂല, മാർക്ക് പോകും മക്കളെ. ഇതെന്താണെങ്കിലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല, പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ അർത്ഥം എന്താ, പഠിക്കുന്നത് റെഡിയാവുന്നില്ല. പഠിച്ചിട്ട് മാർക്ക് കിട്ടാത്ത ഒരുപാട് കുട്ടികൾ കാണും. ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികളും പഠിച്ചിട്ട് മാർക്ക് കിട്ടാത്തവർ. അതിൻ്റെ അർത്ഥം എന്താ, മനസ്സിലാക്കി പഠിക്കണം, കൺസെപ്റ്റോടെ പഠിക്കണം. സാർ ആർക്കെ ബാക്ടീരിയ ഇതാണ്, യു ബാക്ടീരിയ ഇതാണ്, ആർക്കെ ബാക്ടീരിയ ആണ്, ആർക്കെ ബാക്ടീരിയ പഴയ ബാക്ടീരിയകളാണ്, ചാണകത്തിലും ഉപ്പുള്ളിടത്തും ടെമ്പറേച്ചറുള്ളിടത്തും കാണുന്നതാണ്. മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കുകയല്ല. ഇതാണ് സംഭവം, ഇതാണ് അടുക്കി നിങ്ങളുടെ തലയിൽ തന്നെ അടുക്കി വെച്ച് കൺസെപ്റ്റോടെ പഠിക്കാൻ ശ്രമിക്കുക. നോട്ട് ഉണ്ടാക്കുക, കൂടെ കൺസെപ്റ്റോടെ പഠിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ തന്നെ അത് കൈപ്പടയിൽ നോട്ട് ഉണ്ടാക്കുക. ഒരു സാറ് വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങൾ തന്നെ നോട്ട് എഴുതാൻ ശ്രമിക്കുക. കാണാതെ പഠിക്കരുത്, പല കുട്ടികളും ചെയ്യുന്നതാ. 10ാം ക്ലാസ്സിൽ കാണാതെ പഠിച്ചു മാർക്ക് വന്നു, +1 കാണാതെ പഠിച്ചു മാർക്ക് കിട്ടില്ല. +1 ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ടഫാണ്, മനസ്സിലായവർക്ക് മാത്രമേ +1 ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാക്കി പഠിക്കണം, കാണാതെ പഠിക്കരുത്. റിവൈസ് ചെയ്യണം. ഒരു വട്ടം വീഡിയോ കണ്ടു, നോട്ട് ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് അടുത്ത പരീക്ഷ എടുക്കുമ്പോഴായിരിക്കും എടുത്തു നോക്കുക. അല്ല, ക്ലാസ് ടെസ്റ്റുകൾ പറയുമ്പം, യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ സ്കൂളിൽ ടീച്ചേഴ്സ് പറയുമ്പം നിങ്ങൾ ഉണ്ടാക്കി വെച്ച നോട്ട് എടുത്ത് റിവൈസ് ചെയ്യാൻ നോക്കണം. റിവൈസ് ചെയ്യണം. റീവിഷനാ. ആദ്യം ഒന്ന് കാണണം, പിന്നീടും കാണുന്നതിനെ റിവിഷൻ എന്ന് വിളിക്കുക. അല്ലാതെ ആദ്യം ഒരു വട്ടം പഠിക്കുന്നതിനെ റിവിഷൻ എന്നല്ല വിളിക്കുക. റിവൈസ് ചെയ്താലേ തലയിൽ നിൽക്കൂ, നല്ല മാർക്ക് കിട്ടുള്ളൂ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ പഠിച്ചാലും മാർക്ക് കിട്ടും. പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് പാളിപ്പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പാളിപ്പോകുന്ന എവിടാ, കൺസെപ്റ്റ് ഇല്ലായ്മയും റിവൈസ് ചെയ്യാത്തപ്പോഴുമാ. നോട്ട് കാണും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ചെയ്യും, ബട്ട് ക്വസ്റ്റ്യൻ ഒന്ന് മാറി വന്നാൽ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ, റിവൈസ് ചെയ്തിട്ടില്ല, കൺസെപ്റ്റോടെ പഠിച്ചിട്ടില്ല. കൺസെപ്റ്റാണ് മെയിൻ. കൺസെപ്റ്റ് വെച്ച് നിങ്ങൾ തന്നെ നോട്ട് ഉണ്ടാക്കുക. ആ കൺസെപ്റ്റോടെ പഠിച്ചാൽ മതി, കാണാതെ പഠിക്കരുത്. റിവൈസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്താലാ അത് പിന്നീടും ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ മക്കളെ. ഓക്കെ സാർ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം പഠിക്കാൻ ഒരു മനസ്സ് വേണം. എനിക്ക് പഠിക്കണം, രക്ഷപ്പെടണമെന്ന് ഉള്ളിൻ്റെ തോന്നൽ വരണം. നിങ്ങളുടെ സീനിയേഴ്സ് പലരും തോറ്റുപോയവരുണ്ട്. അവരിപ്പം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട്, സാർ +1 പഠിച്ചാൽ മതി, ഇങ്ങനെ ഉഴപ്പിക്കളയണ്ടായിരുന്നു സാർ. അന്ന് അവരിപ്പോഴേ പറയുന്നുണ്ട് മക്കളെ. ഞാൻ നിങ്ങളോട് പറയാണ്, നാളെ നിങ്ങളും +2 ആയി കഴിഞ്ഞ് മാർക്ക് കുറയുമ്പോൾ നിങ്ങൾക്കും ആ തോന്നൽ വരല്ലേ. ഇപ്പം മുതലേ നല്ലപോലെ പഠിച്ചോ. മറ്റന്നാളെ മുതലേ സ്കൂൾ തുറക്കാണ്, നല്ല വൃത്തിക്ക് അങ്ങോട്ട് പഠിക്കുക. ജൂൺ 1 മുതൽ നല്ലപോലെ പഠിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എന്ന് എത്തുമെന്നറിയില്ല, എന്നാണോ എത്തുന്നത് അന്ന് മുതൽ പഠിക്കുക. ഓക്കെ, നല്ലപോലെ അങ്ങ് പഠിച്ച് തുടങ്ങാം മക്കളെ. 4 മണിക്കൂർ ദിവസവും പഠിക്കണം. എനിക്കതാ പറയാനുള്ളത്, 4 മണിക്കൂർ പഠിക്കണം. ആ 4 മണിക്കൂർ 3 മണിക്കൂർ രാത്രി പഠിക്കുക, 1 അവർ രാവിലെ എനിക്ക് പഠിക്കുക. രാത്രി എന്ന് പറയുമ്പോൾ ഒരു 7 മുതൽ 10 വരെ പഠിച്ചോ, അല്ലെങ്കിൽ വന്നിട്ട് ഒരു 6 മുതൽ 9 വരെ പഠിച്ചോ. 3 മണിക്കൂർ മിനിമം കേട്ടോ. 4ഉം 5ഉം ആയെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, നല്ല കാര്യമാണ്. തുടക്കത്തിലായതുകൊണ്ടാണ് ഞാൻ 4 മണിക്കൂർ എന്ന് പറയുന്നത്. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ 5ഉം 6 മണിക്കൂറൊക്കെ ആക്കണം. എപ്പോഴാണ് നിങ്ങൾക്ക് പറ്റുക, 3 മണിക്കൂർ പഠിക്കുക. 3 മണിക്കൂറിൽ 1 മണിക്കൂർ പഠിച്ചാൽ ബ്രേക്ക് കൊടുക്കുക, 2ാമത്തെ മണിക്കൂർ പഠിച്ചാൽ ബ്രേക്ക് കൊടുക്കുക, 3ാമത്തെ മണിക്കൂർ പഠിച്ചാൽ ബ്രേക്ക് കൊടുക്കുക. ഓരോ മണിക്കൂറിനിടയ്ക്ക് ബ്രേക്ക് കൊടുത്ത് വേണം പഠിക്കാൻ. കണ്ടിന്യൂസ് 3 മണിക്കൂർ ഇരുന്നാൽ എന്ത് പറ്റും, ബോറടിക്കും മക്കളെ. അപ്പം നൈറ്റ് 3 മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കുക. രാവിലെ 3 മണിക്കൂർ പഠിക്കണം. രാവിലെ എപ്പോഴാണ് 3 മണിക്കൂർ, നിങ്ങൾ എപ്പോഴാണോ കിടക്കുക, 10 മണിക്ക് കിടന്നാൽ
7 മണിക്കൂർ ഉറക്കം. 7 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ 10 മണിക്ക് എഴുതുന്ന 7 മണിക്കൂർ കഴിഞ്ഞാൽ എന്താ വരിക? രാവിലെ 5 മണിയാണ് വരിക. 5 മണിക്ക് എണീറ്റോ? 5 മണിക്ക് എണീറ്റു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് 5:30 ആകും. 5:30 മുതൽ 6:30 വരെ പഠിച്ചാൽ മതി. നിങ്ങൾ 11 മണിക്ക് കിടന്നാലോ? രാവിലെ 6 മണിക്ക് എണീറ്റാൽ മതി. 6 തൊട്ട് 7 വരെ പഠിക്കുക, സ്കൂളിൽ പോവാ. എപ്പോഴാണോ നിങ്ങൾ കിടക്കുന്നത് അവിടെ മുതൽ 7 മണിക്കൂർ, 8 മണിക്കൂറൊന്നും വേണ്ട, അത് ഓവറാണ്. ബോഡി വീണ്ടും ക്ഷീണിക്കും. ഒരുപാട് ഉറക്കമാണെങ്കിൽ ബോഡി ക്ഷീണിക്കും, ഉറക്കം കുറഞ്ഞാലും ബോഡി ക്ഷീണിക്കും. 7 മണിക്കൂറൊക്കെ നല്ല സമയം. 8-9 ആകുമ്പോൾ ബോഡി പിന്നെ ക്ലാസ്സിൽ പോരുന്ന നനഞ്ഞ കോഴീനെ പോലെ ആവും. ഓക്കെ, അപ്പം എപ്പോഴാണ് നിങ്ങൾ കിടക്കുന്നത് രാത്രി, അതിന് 7 മണിക്കൂർ കൂട്ടിയിട്ട് എണ്ണിക്കുക, എന്നിട്ട് 1 മണിക്കൂർ രാവിലെ പഠിക്കുക. ഈ രാത്രിയാണ് പഠിക്കാൻ ഉപയോഗിക്കേണ്ടത്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കേണ്ടത്. രാവിലെ എന്താ റിവിഷന് വേണ്ടി ഉപയോഗിക്കണം. കഴിഞ്ഞ ഏതെങ്കിലും ദിവസം പഠിച്ച ഏതെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കുക. രാത്രി പഠിക്കാൻ ഉപയോഗിക്കുക, രാവിലെ റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കുക. ഡെയിലി 2 സബ്ജക്റ്റ് പഠിക്കുക, ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കരുത്. മാത്സും ബയോളജി നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാം, ഫിസിക്സ് ഇംഗ്ലീഷ് ഒരുമിച്ച് പഠിക്കാം, കെമിസ്ട്രി ഇംഗ്ലീഷ് ഒരുമിച്ച് പഠിക്കാം. ഇംഗ്ലീഷ് ആണല്ലോ കുറച്ച് ടഫ്, അതുകൊണ്ടാണ് ഫിസിക്സിൻ്റെ കെമിസ്ട്രീൻ്റെ ഒപ്പം ഇട്ടത്. ഫിസിക്സും കെമിസ്ട്രി ഒരുമിച്ച് പറ്റില്ല, 2 ടഫ് സബ്ജക്റ്റ് അല്ലേ. അപ്പം ഒരു സബ്ജക്റ്റ് പാടാണെങ്കിൽ മറ്റൊരു സിമ്പിൾ എടുക്കുക. അങ്ങനെ 2 സബ്ജക്റ്റ് പഠിക്കാൻ നോക്കുക മക്കളെ. 2 സബ്ജക്റ്റ് പഠിക്കുക. പഠിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ സാർ? പറ്റും. പിന്നെ നമ്മുടെ ഉള്ള മാർക്ക് കൂടെ പോകും. പറ്റില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം. നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഏത് സബ്ജക്റ്റ് പഠിച്ചാലും ആ സബ്ജക്റ്റിൻ്റെ മുൻകാലത്ത് ചോദിച്ചത് വേണം പഠിക്കാൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മക്കളെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം. ഫോക്കസ് ഓൺ ടഫ് സബ്ജക്റ്റ്. ടഫ് സബ്ജക്റ്റിന് കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കണം. ഫിസിക്സ് ടഫാണ്, ഇംഗ്ലീഷ് ടഫാണ്, കെമിസ്ട്രി ടഫാണ്, മാത്സ് ടഫാണ്, ബയോളജി ടഫാണ്, പിന്നെ സെക്കൻഡ് ലാംഗ്വേജ്. ഇതാണ് മക്കളെ ടഫ്നെസ്സിൻ്റെ ഓർഡർ. ഫിസിക്സ്, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഫസ്റ്റ് ഇടാം, ഇംഗ്ലീഷ് ടഫാണ്. ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി സെക്കൻഡ് ലാംഗ്വേജ്. ടഫുള്ള സബ്ജക്റ്റ് ആദ്യം പഠിക്കുക. ക്ലാസ് ടെസ്റ്റുകൾ സ്കിപ്പ് ചെയ്യില്ലേ. ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ പ്ലാനിങ്ങിൽ ഇന്ന് മാത്സ് പഠിക്കണം എന്നായിരിക്കും. ഇന്ന് നിങ്ങളിപ്പോൾ ഒരു മൺഡേ സ്കൂൾ തുറന്നു, ജൂൺ 1, അന്ന് മൺഡേ നിങ്ങൾ എന്ത് വിചാരിച്ചു? ഫിസിക്സും ഇംഗ്ലീഷും പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ട്യൂസ്ഡേ മിസ് ഓൾറെഡി ബയോളജി നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബയോളജി ക്ലാസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേന്ന് അത് പഠിച്ചാൽ മതി. ഇത് വേറെ ദിവസത്തേക്ക് മാറ്റിയാൽ മതി. നിങ്ങളുടെ ടൈം ടേബിൾ എന്താണോ അത് നിങ്ങൾ ഫോളോ ചെയ്തോ. പക്ഷേ ക്ലാസ് ടെസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിനനുസരിച്ച് ആ ടൈം ടേബിൾ ഒന്ന് മാറ്റം വരുത്തി വേണം പഠിക്കാൻ. ക്ലാസ് ടെസ്റ്റ് മിസ്സാക്കല്ലേ. ഞാൻ എൻ്റെ ടൈം ടേബിളെ പഠിക്കുള്ളൂ, ടീച്ചർ എന്തെങ്കിലും ക്ലാസ് ടെസ്റ്റ് നടത്തട്ടെ എന്ന് പറഞ്ഞ് നടത്തല്ലേ മക്കളെ. ക്ലാസ് ടെസ്റ്റുകളാണ് നമ്മൾക്ക് പലതും റിവൈസ് ചെയ്യാൻ സഹായിക്കുക. ഓക്കെ, ഈ 2 മാസം ചുമ്മാ എൻജോയ് ചെയ്ത് കളഞ്ഞവർ കാണും. ഈ 2 മാസവും ആപ്പിൽ ജോയിൻ ചെയ്ത് പഠിച്ചവർ കാണും. ഈ 2 മാസവും കുറച്ച് പഠിച്ചവർ കാണും. ഏത് കാറ്റഗറിക്കാരായിക്കോട്ടെ മക്കളെ, 2 മാസം നല്ലപോലെ പഠിച്ചവർ തുടർന്ന് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചവർ ഓക്കെ അങ്ങനെ തന്നെ പോവാം. കുറച്ചുകൂടെ പഠിത്തം ഉഷാറാക്കുക. 1-2 മാസം പഠിക്കാത്തവരുണ്ടല്ലോ, 2 മാസം ഒന്നും തൊടാത്തവർ ഈ 1-ാം തീയതി മുതൽ പ്രോപ്പറായിട്ട് ആപ്പിലോ യൂട്യൂബിലോ നിങ്ങൾ ഏത് സ്ഥാപനത്തിൻ്റെ ആണോ പഠിക്കുന്നത് അതിലെടുത്ത് വെച്ച് പ്രോപ്പറായിട്ട് പഠിക്കാൻ നോക്കുക മക്കളെ. ഇതൊക്കെ ഉള്ളൂ. ജസ്റ്റ് എനിക്കൊന്ന് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ മക്കളെ. കംബാക്ക് നടത്തുക. ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ ലൈഫ് ഇങ്ങനെ അകത്തുള്ളൂ. തിരിച്ചു വാ. ആദ്യം വേണ്ടത് പഠിക്കാനുള്ള മനസ്സാണ്. എല്ലാവരും ഒന്ന് ഈ വീഡിയോ കണ്ടവരൊക്കെ സാർ ഞാൻ കംബാക്ക് നടത്തും, കംബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ വീഡിയോ കണ്ടിട്ട് ഒരു സാധനം ഉള്ളിൽ നിന്ന് വന്നു എന്നൊരു തോന്നൽ വരാൻ വേണ്ടിയാ. പ്ലാൻ അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോട്ടിവേഷൻ അല്ല, പ്ലാൻ അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോളോ ചെയ്യുക, കംബാക്ക് എന്ന് കമൻറ്റ് ചെയ്യുക.